നിഷ എവിടെ? ഉച്ചക്കേ പോയെന്ന്. മിസ്സസ് മേനന്റെ മോളോട് അവരുടെ വീട്ടിൽ പോയതായിരുന്നു. ആ കുഞ്ഞാ പറഞ്ഞത് ഉച്ചക്കേ പോയെന്ന്. ടീച്ചർമാർ ആരോടും ചോദിച്ചില്ലേ? കുഞ്ഞിന്റെ ക്ലാസ് ടീച്ചറും പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ ഇല്ലായിരുന്നെന്ന്. കൂട്ടുകാരുടെ കൂടെ വല്ല സിനിമ മറ്റേ കാണാൻ പോയതായിരിക്കും. മിസ്സസ് മേനല്ലേ? ഞാൻ ആലീസ. ലളിത സ്കൂളിൽ നിന്ന് വന്നല്ലേ? ഇല്ല, നിഷ വന്നില്ല. ലളിത എന്റെ ഡ്രൈവറോട് പറഞ്ഞു നിഷ ഉച്ചയ്ക്കേ പോയെന്ന്. മോളോടൊന്ന് ചോദിച്ചേ, നിഷ അവളോട് എവിടെയെങ്കിലും പോകുന്നെന്നോ മറ്റോ പറഞ്ഞെന്ന്. ഹലോ, ഉച്ചയ്ക്ക് ക്ലാസ്സിൽ വരില്ലെന്ന് പറഞ്ഞെന്നോ? ശരി. അതൊന്നും ആയിരിക്കില്ല. എന്റെ ബ്രദറിന്റെ വീട്ടിലോ മറ്റോ പോയതായിരിക്കും. അവരവിടെ സ്കൂളിന്റെ അടുത്തല്ലേ താമസിക്കുന്നത്. വെക്കട്ടെ. ഇടയ്ക്കിടെ അവളവിടെ പോകാറുണ്ട്. ഞാൻ ഒന്നുകൂടി വഴിയിലൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. നിക്ക്, ഞാൻ ഇപ്പച്ചായനൊന്ന് വിളിക്കട്ടെ. ഹലോ, ഷീല അല്ലേ? ഇത് ആലിസ. ഇപ്പച്ചായൻ വന്നില്ലേ? നിഷ അവിടെ വന്നിരുന്നു? ഇല്ലേ. 4 മണിക്ക് സ്കൂളിൽ പിക്കപ്പ് ചെയ്യാൻ ചെന്നപ്പോ അവൾ അവിടെ നേരത്തെ പോയെന്ന് പറഞ്ഞു. അവിടെ വന്നോന്ന് അറിയാൻ വിളിച്ചതാ. പുള്ളിക്കാരൻ വന്നിട്ടില്ല. ഇപ്പച്ചായൻ വന്നാ ഒന്ന് ഇങ്ങോട്ട് വിളിക്കാൻ പറയണേ. അവളിവിടെ വന്നാ ഞാൻ അങ്ങോട്ട് വിളിക്കാം. പോയി നോക്കിട്ട് വാ. ആ മ്യൂസിയം പാർക്കിന്റെ അവിടെ ഒക്കെ നോക്കിയായിരുന്നു. സിനിമാ കോട്ടയുടെ മുമ്പിലൊക്കെ നോക്കിയേ. വിഷമിക്കാനൊന്നുമില്ല കുഞ്ഞെ, പിള്ളേരല്ലേ, കൂട്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയതായിരിക്കും. പിന്നെ വരും. ഇഷക്കുഞ്ഞിനെ കാണാനില്ലെന്ന്. ഉച്ചയ്ക്ക് പള്ളിക്കൂടത്തിൽ നിന്ന് പോയതാ. രായപ്പം വന്നിട്ട് വീണ്ടും തിരക്കി പോയേക്കുവാ. എന്റെ മാതാവെ വല്ലതും പിടിച്ചോണ്ട് പോയതാണോ? ഈ വീട്ടില് ഇതിന്റെ അപ്പുറം നടക്കും. പട്ടണം മുഴുവനും ചുറ്റി. ഇല്ല, ഇപ്പച്ചായൻ ഇതുവരെ വന്നില്ല. എവിടെ പോയതാണെന്ന് ആർക്കറിയാം? ഇല്ല, പുള്ളി എത്തിയിട്ടില്ല. ഉടനെ തന്നെ വാ. വന്നില്ലല്ലേ? ഇല്ല. ഈ പെണ്ണിത് എവിടെ പോയതാ? കൂടെ പഠിക്കുന്ന കൂട്ടുകാരികളൊക്കെ വിളിച്ച് അന്വേഷിച്ചായിരുന്നു. എല്ലായിടത്തും അന്വേഷിച്ചു. അവൾ ഇവിടുന്ന് വല്ല എടുത്തോണ്ടാണോ പോയിരിക്കുന്നത് നീ നോക്കിയോ? പണമോ ഉടുപ്പോ ബാഗോ എന്തെങ്കിലും? ഇല്ല. എന്തിന് കൊള്ളാൻ നിന്നെ? അമ്മയാണെന്ന് പറഞ്ഞ് നടക്കുന്നു. വാ, അവളുടെ മുറിയിലൊന്ന് നോക്കാം. നോക്ക്, വല്ല ഉടുപ്പോ പെട്ടിയോ വല്ല എടുത്തോണ്ട് പോയിട്ടുണ്ടോന്ന്. അവക്ക് എന്തൊക്കെയോ ഉണ്ടെന്ന് നിനക്കെങ്ങനെ അറിയാനാ? ഇല്ലേ? ഞാൻ നോക്കാം. ഉടുപ്പുകൾ വല്ലതും പോയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം. എന്നാ നോക്ക്. ഇന്നലെ ഇലക്കി വെച്ച 2 ഉടുപ്പ് കാണുന്നില്ല. മഞ്ഞയും പച്ചയും നിറമുള്ള ഒന്നും, പിന്നെ ഒരു നീല നിറത്തിലൊന്നും. രാവിലെ ഞാൻ കൊണ്ടുവിടുമ്പോൾ സ്കൂൾ ബാഗ് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് വെച്ചോണ്ട് പോയതായിരിക്കും.
അവൾ എവിടെ ഒളിച്ചോടി പോയതാ. നാണക്കേടായി. പോലീസിൽ വിളിച്ച് പറയണ്ടേ? ഏതായാലും അളിയൻ വരട്ടെ. അളിയൻ എന്താ പതിവില്ലാതെ? നിഷ സ്കൂളിൽ പോയിട്ട് ഇതുവരെ വന്നില്ല. അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു. അളിയൻ വന്നിട്ട് പോലീസിൽ അറിയിക്കാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. ഫോൺ ചെയ്യണ്ടെന്ന് വെച്ചു. ഇവളോട് ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഇവള് പറയുന്നത്. കഴിഞ്ഞ 1-2 ആഴ്ചയായി ഇന്റർവെൽ സമയത്തൊക്കെ നീഷ ഒരു പയ്യനുമായി കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. മോൾക്ക് അവന്റെ പേരെന്താണെന്ന് അറിയാമോ? മഹേഷ് എന്നാ. നീഷയ്ക്ക് മഹേഷിനോട് വലിയ ഇഷ്ടമാണെന്നും പറഞ്ഞു. അവന്റെ വീട് എവിടാണെന്ന് പറഞ്ഞു? ഇല്ല, കണ്ടിട്ട് ഏതാ കോളേജിൽ പഠിക്കുകയാണെന്ന് തോന്നുന്നു. അളിയൻ ഏതായാലും പോലീസിനെ വിളിക്കും. ഞാൻ നേരെ മന്ത്രിയുടെ വീട്ടിൽ പോയി കാര്യം അങ്ങ് പറഞ്ഞു. മന്ത്രി ഉടനെ IG യെ വിളിച്ചു. കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനും വിവരം അറിയിച്ചിട്ടുണ്ട്. 8 മണിക്കൂറിനകം മോൾ എവിടെ ഉണ്ടെങ്കിലും പിടിച്ച് ഇവിടെ കൊണ്ടുതരും. മാമച്ചനൊട്ടും വിഷമിക്കണ്ട. പത്രങ്ങളിലൊക്കെ എഴുതി വരുമോ? വരത്തില്ല. അതും ഏർപ്പാടാക്കിയിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം നടന്നായിട്ട് നമ്മളല്ലാതെ ലോകത്തോട് കുഞ്ഞും അറിയാൻ പോകുന്നില്ല. ചേടാ, അത്രയൊക്കെ ചെയ്യാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഒരു MLA ആണെന്ന് പോയി നടക്കുന്നത്? എന്റെ കർത്താവേ, എങ്ങനെയായാലും നാട്ടുകാരറിയാതിരിക്കുമോ? ഇനി ഈ പെണ്ണിനെ കെട്ടാൻ ആരെങ്കിലും വരുമോ? ഇങ്ങനെയാണോ? പേരും അഡ്രസ്സും എഴുതും. പേര് പറയൂ, ഞാൻ എഴുതാം. പേര് മഹേഷ് കുമാർ. അഡ്രസ് TC 146, കുമാരപുരം, തിരുവനന്തപുരം. ഗോപി, ഇവരെ കൊണ്ട് 41 ശരി വരൂ. ഒന്ന് കാണട്ടെ. വാ. കഴിക്കാൻ എന്താ വേണ്ടിയേ? റെസ്റ്റോറൻറ്റ് 9 മണിക്ക് ക്ലോസ് ചെയ്യും. ബിരിയാണിയോ മറ്റോ വേണേ കൊണ്ടുതരാം. എങ്കിൽ ബിരിയാണി മതി. ശരി. ആരാ?
പയ്യൻ എറണാകുളത്ത് തന്നെയുള്ള അവന്റെ ഒരു ബന്ധുവിനോടൊപ്പം പറഞ്ഞു വിട്ടു. വളർത്താൻ പഠിക്കണപടി നീ തള്ളയാണോ?